ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 3. ഗാസയിലെ കൂട്ടക്കുഴിമാടവും നെതന്യാഹുവിന്റെ ഭീഷണിയും. സ്വാതന്ത്ര്യമില്ലെങ്കിൽ സത്യം ഒരിക്കലും നിലനിൽക്കില്ലെന്ന് പറഞ്ഞത് ആധുനിക റഷ്യൻ സാഹിത്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന അലക്സാണ്ടർ പുഷ്കിനാണ്. അമേരിക്കൻ പിന്തുണയോടെ പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വിവിധ തലങ്ങളിലുള്ള ആക്രമണങ്ങൾ 30,000-നടുത്ത് നിരപരാധികളെ വധിച്ചതിനു പുറമെ സത്യത്തെ കൂടി ആവർത്തിച്ച് കൊല ചെയ്യുകയാണ്. ചോരയിൽ കുതിർന്ന വാർത്തകളും ലോകം ഞെട്ടിക്കുന്ന വസ്തുതകളും പുറത്തു വരാതിരിക്കാൻ കനത്ത സെൻസറിംഗ് ആണെന്ന് മാത്രമല്ല, ഇതുവരെ 100-ലധികം മാധ്യമപ്രവർത്തകരുടെ ജീവനും കവർന്നിരിക്കുന്നു. എല്ലാ യുദ്ധ നിയമങ്ങളും മനുഷ്യാവകാശ ഉടമ്പടികളും എന്തിനേറെ ദയയുടെ അവസാന തുടിപ്പും അവഗണിച്ച് ശേഷിക്കുന്ന ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും ലക്ഷ്യമാക്കുകയാണ്. കണ്ണുപൂട്ടിയുള്ള ആക്രമണത്തിൽ ചില ആശുപത്രികൾക്ക് മുകളിലെ ജലസംഭരണി തകർന്നു. ഗാസയിലെ ഖാൻ യൂനിസിൽ ആക്രമണം വീണ്ടും കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ അൽ നാസർ ആശുപത്രി കോമ്പൗണ്ടിലെ കൂട്ടക്കുഴിമാടത്തിൽ 100 കണക്കിന് ജഡങ്ങളാണ് സംസ്കരിച്ചത്. അതീവ ഗുരുതരവും അമ്പരപ്പിക്കുന്നതും ഭയാനകവുമായ സാഹചര്യങ്ങളിലൂടെയാണ് ദിവസവും തള്ളി നീക്കുന്നതെന്നാണ് അൽ നാസർ ആശുപത്രി അധികൃതരുടെ പ്രതികരണം. ഇരു കൈകളും കണ്ണും കെട്ടിയ നിലയിൽ 30 പാലസ്തീനികളുടെ മൃതദേഹങ്ങൾ വികൃതമാക്കി അടക്കം ചെയ്ത കുഴിമാടമാണ് കണ്ടെത്തിയത്. ഇസ്രയേൽ പട്ടാളം അറസ്റ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് ഇരയാക്കിയവരുടെ മൃതദേഹങ്ങളായിരുന്നു ഇവ. ഗാസയിലെ ആംബുലൻസ് വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് ജീവഹാനിയുണ്ടായി. ഗുരുതര പരിക്കു കാരണം ഈജിപ്തിലെ വിദഗ്ധ ചികിത്സാലയത്തിലേക്ക് മാറ്റവെയാണ് രോഗികൾ ആക്രമിക്കപ്പെട്ടത്. ഗാസയിലെ പ്രധാന ആശുപത്രികളായ അൽ ഷിഫയുടെയും അൽ അവദയുടെയും കവാടങ്ങളിലും അൻസാർ ചത്തുരത്തിനു സമീപവും ആക്രമണമുണ്ടായി. ഗുരുതര യുദ്ധക്കുറ്റമായി വിലയിരുത്തപ്പെടുന്ന സംഭവങ്ങളിൽ ഇസ്രയേൽ പ്രതികരിച്ചില്ല. കര, കടൽ, ആകാശമാർഗങ്ങളിലെല്ലാം കടന്നാക്രമണം കടുപ്പിച്ചു. കമാൻഡർ മുസ്തഫ ദാലുൽ അടക്കം പ്രധാന ഹമാസ് നേതാക്കളെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ജനങ്ങളുടെ ദുരിത ജീവിതത്തിനിടെ അതിശക്തമായ സൈനിക നീക്കം ഗാസയിൽ അറുതിയില്ലാതെ തുടരുകയാണ്. ഹമാസ് താവളമാക്കിയെന്ന് ആരോപിക്കപ്പെടുന്ന ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കി ആളുകളെ തുരത്താൻ കടൽ ജലം പമ്പു ചെയ്ത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുകയും ചെയ്തു. ചില രാജ്യങ്ങളുടെയും ആഗോള സംഘടനകളുടെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെയും നേതൃത്വത്തിലുള്ള സമവായത്തിലൂടെ ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ധാർഷ്ട്യമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. UN ചാപ്റ്ററിന്റെ അനുച്ഛേദം 99 അനുസരിച്ചുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഗാസയിൽ വെടിനിർത്താൻ ഇടപെടണമെന്ന് രക്ഷാസമിതിയോട് സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ അപലപിക്കുന്നില്ലെന്ന് സൂചിപ്പിച്ച് അമേരിക്ക ഇത് വീറ്റോ ചെയ്തു. വൈകാതെ ഇസ്രയേലിന് കൂടുതൽ ആയുധ സഹായവും പ്രഖ്യാപിക്കുകയുണ്ടായി. വെടിനിർത്താനുള്ള UN രക്ഷാസമിതി പ്രമേയം ഏകപക്ഷീയമായി വീറ്റോ ചെയ്തതിനു പിന്നാലെ അമേരിക്കയും ഇസ്രയേലും അന്താരാഷ്ട്ര തലങ്ങളിൽ ഒറ്റപ്പെടുന്ന നിലയാണ്. മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും അറബ് രാജ്യങ്ങളും വെടിനിർത്തൽ ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുമ്പോഴും എത്ര കാലമെടുത്താലും ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ പിൻവാങ്ങില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ. യുദ്ധത്തിൽ നിന്ന് ആർക്കും പിന്തിരിപ്പിക്കാനാകില്ലെന്നായിരുന്നു നെതന്യാഹുവിന്റെ ഭീഷണി. ഇപ്പോഴത്തെ കരയുദ്ധവും വ്യോമാക്രമണവും മാറ്റമില്ലാതെ തുടരുമെന്നും വരും ഘട്ടത്തിൽ അയവുണ്ടാവുമെന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ നിലപാട്. വെടിനിർത്തൽ ഹമാസിന്റെ വിജയത്തിന് സമാനമാണെന്നും അത് ഗാസയുടെ ചെറിയ മൂലയിലെങ്കിലും അവരുടെ മടങ്ങിവരവിന് വഴി തുറക്കുമെന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തു.